നിങ്ങളിപ്പോൾ 2 പ്രാവശ്യവും നമ്മൾ പറഞ്ഞല്ലോ മമ്മി സെഞ്ചുറിയാണ് ഈ ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അപ്പം നിർമ്മാതാവ്, സംവിധായകൻ, സ്റ്റേജ് പരിപാടികളുടെ ഓർഗനൈസേഴ്സ്, നിരവധി ഓഡിയോ കാസറ്റുകൾ, വീഡിയോ കാസറ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സെഞ്ചുറി വിഷന്റെ ഓണർ കൂടിയായ മമ്മി സെഞ്ചുറി. 90 കാലഘട്ടത്തിലാണ് കലാഭവന്റെ ഒരു മിംസ് പരേഡ് പെരുമ്പാവൂർ ഫാസിൽ വന്നു. ആ സമയത്ത് എനിക്ക് സെഞ്ചുറി കാസറ്റ്സ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് വേണ്ടി അന്ന് അൻസാർ കലാഭവനും റഹ്മാനൊക്കെ കൂടി ഒരു മിമിക്സ് പരേഡ് കാസറ്റ് ചെയ്തു. അപ്പോൾ അൻസാർ പെരുമ്പാവൂർ വന്നപ്പോൾ, കലാഭവൻ്റെ ലീഡറാണെന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ കലാഭവൻ അൻസാറിനെ കാണാൻ ചെന്നു. പക്ഷെ പ്രോഗ്രാമിന് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇതിലൊരു നല്ല പയ്യൻ വന്നിട്ടുണ്ട്, അടിപൊളി ആർട്ടിസ്റ്റാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും, ഫസ്റ്റ് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകും, നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ. അന്നൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നു. ഫസ്റ്റ് പ്രോഗ്രാം മണിയുടെ കണ്ടു. മണിയുടെ ആദ്യത്തെ ഐറ്റം കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി. ഞാൻ ഫുൾ പ്രോഗ്രാം കണ്ട് മണിയെ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കണ്ട് മണിയുടെ നമ്പറും മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ സ്ഥിരമായിട്ട് നാദിർ ഷാ അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നാദിർ ഷാ 3-4 സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗൾഫ് ഷോ ഒരുമിച്ച്. അപ്പോൾ മണിയെ നാദിർ ഷാ അറിഞ്ഞിട്ടില്ല മണിയെ വിളിക്കുന്ന കാര്യം. നാദിർ ഷാനെ ഫിക്സ് ചെയ്തു. ബാക്കി ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ട്രൂപ്പ് ഉണ്ടെന്ന് കൊച്ചിൻ സെഞ്ചുറി. അതിലെ മെയിൻ താരമായിട്ട് കളിക്കുന്നത് ടിനി ടോമാണ്, അതിൻ്റെ ലീഡർ. അപ്പോൾ ടിനീനെ ഞാൻ ഉൾപ്പെടുത്തി. അങ്ങനെ മണിയെ എഗ്രിമെൻ്റ് ചെയ്തു. ആ പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു. സിദ്ദീഖായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്, നാദിർ ഷാ, എല്ലാവരും ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ഷോ ആയിട്ട് മാറി. അതാ പറഞ്ഞ സത്യമാണ്. കാരണം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നാദിർ ഷാനെ സിദ്ദീഖിനെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. പക്ഷെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മണിയായിരിക്കും അവിടുത്തെ താരം. അല്ല, ഞാനിപ്പോൾ പറയുമ്പോൾ ഈ മണിച്ചേട്ടൻ്റെ ഒരു കാര്യം, മണിച്ചേട്ടൻ ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ്. നമ്മളിപ്പോൾ സ്റ്റേജിൽ ഇപ്പോഴൊക്കെ നമ്മൾ ചില ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു ഓർഡർ ഇട്ടു, ഷോ നടക്കുന്നു. ഒരു ഷോയിൽ എന്തും സംഭവിക്കാമല്ലോ, ജനറേറ്റർ കേടാവാം, ഒരു പല അപകടങ്ങൾ എന്ത് വേണേൽ സംഭവിക്കാം. ഈ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു ധൈര്യം എന്താ പറയുക, മണിച്ചേട്ടൻ നമുക്ക് ഏത് സമയത്ത് സ്റ്റേജ് എങ്ങനെ കയറ്റി വിട്ടാലും ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കളം പിടിച്ച് പാട്ട് പാടണോ. പക്ഷെ ഈ ഷോന്റെ ഏറ്റവും തുറുപ്പിച്ചിട്ട് മണിച്ചേട്ടനായിരുന്നു. ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് റിഹേഴ്സലിൽ പുള്ളിയുടെ കാലുളിങ്ങി, ഓർക്കണ്ട, കാലുളിങ്ങിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് പുള്ളി സാധാരണ എന്ന് പറഞ്ഞാല്, ഞാൻ പറയുന്നത് വരെ കൂലിപ്പണി ചെയ്യുന്ന ഒരു കലാകാരൻ ഉഴുതുമറിക്കാനാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും മേക്കപ്പ് ഇട്ട് റെഡി ആകുമ്പോൾ പുള്ളി വാമപ്പാ ചെയ്യണത്. കാരണം കുരങ്ങനെ ആനയൊക്കെ ചെയ്യണം. അപ്പൊ വേർത്തൊലിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ മനുഷ്യൻ ആ വേദനയും വെച്ചിട്ടാണ് അന്ന് സ്റ്റേജ്. അല്ല, വേറെ കാര്യമുണ്ട് പിഷു. സ്റ്റേജിലേക്ക് മണിയുടെ എൻട്രി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സിദ്ദിഖ കൈതപ്പുഴ കായലിലേ ഊഹു ആ പാട്ട് പാടി തീരുമ്പോ ഓഹോ ഓഹോ എന്ന് പാടി തീരുമ്പോഴേക്കും ഓഡിയൻസിന് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിമുണ്ടും കുത്തി ചാടി കയറും. ഒരു 2-3 സ്റ്റേജിൽ ആദ്യത്തേക്ക് ആൾക്കാർ പിടിച്ചു നിർത്തി. എങ്ങടാ പോണേന്ന് ചോദിച്ചു. അറിയില്ല, ആർട്ടിസ്റ്റ് മുഖപരിചയം അറിയില്ല. അവനെ പിടിച്ചു നിർത്തി ഒരു എനിക്ക് തോന്നുന്ന റാസൽ കൈമല്ല എവിടെ ഒരു പബ്ലിക് ഫുൾ അത്യാവശ്യം ഓപ്പൺ എയർ സ്റ്റേജിൽ കയറ്റി വിടാണ്ട് മണിയെ തടഞ്ഞു നിർത്തിയല്ല, ഇടിച്ചു ആൾക്കാർ ഇടിച്ചിട്ട്. അതിനുശേഷമാണ് ഈ കുടിയന്മാര് പുറത്തുനിന്ന് കയറുന്ന ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയത്. ഈ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ശക്തിയുടെ ഒരു വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടിരിക്കുമ്പോൾ ടപ്പേന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പം മണിച്ചേട്ടൻ ഇച്ചിരി മെലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ഒന്ന് ശരീരം ചെറുതായി ഒട്ടി ശരീരം ഒട്ടി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഉടനെ ഒരാൾ വന്ന് മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. നമ്മളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ പൂ തന്നു. മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് എന്നാ പറ്റി മണി, ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചു ഇയാള്. എന്ത് ചോദ്യമാണ് ഇത്! ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. മണിച്ചേട്ടന് നമ്മളൊന്നും, നമ്മുടെ റിയാക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ അയാളുടെ കയ്യേൽ ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ. അയാള് എന്നും പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ശക്തി എന്ന് പറയുന്നതേ. അല്ല, ആ ഒരു കൈ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം അത്രയും കൈ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ബലമുള്ളൊരു കൈ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ ഷീറ്റ് മറയ്ക്കുമല്ലോ, അലുമിനിയം പോലത്തെ ഒരു സ്റ്റീൽ പോലത്തെ ഷീറ്റ് ഇട്ടിട്ട്. അപ്പൊ അതിൽ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരാള് ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ നമ്മളെ തെറി പറയുന്നുണ്ട്.
അതെ അതെ. മണിച്ചേട്ടൻ അവരൊക്കെ നീ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഷോയില് ആ. അകത്തേക്ക് കൈ ആ. വലിച്ചു. അതായത് നമ്മള് ആരൊക്കെയോ വലിയ ആർട്ടിസ്റ്റുകൾ ഇവൻ ഇതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടും. തെറി പറയുന്ന ഒരുത്തർ കുടിച്ചിട്ട്. മണിച്ചേട്ടൻ അവിടെ ഇങ്ങനെ പമ്മി നിന്നിട്ടോ. അടുത്ത തവണ ഇവൻ വന്ന തെറി പറയലും കൈ അതിനകത്തേക്ക് ഇടുന്നു. നമ്മൾ നോക്കുമ്പോ അവൻ ഗ്രീൻ റൂമിൽ നിൽക്കുക. അവനെ അതിന്റെ ഇടയിൽ കൂടെ വലിച്ചെടുത്ത് അകത്ത് വെച്ചേക്കോ. മണിച്ചേട്ടൻ എന്താണ് ഇത്ര പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ്.